നമസ്കാരം. ചെറിയമുണ്ടം ഐ.ടിയുടെ ഒഫീഷ്യൽ യൂട്യൂബ് ചാനലിലേക്ക് ഓരോരുത്തർക്കും സ്വാഗതം. ഓസിലേറ്റേഴ്സ് ആൻഡ് മൾട്ടി വൈബ്രേറ്റേഴ്സ് എന്നുള്ള പാഠഭാഗമാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓസിലേറ്റേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് മൾട്ടി വൈബ്രേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. വാട്ട് ഈസ് മൾട്ടി വൈബ്രേറ്റർ? മൾട്ടി വൈബ്രേറ്റർ എന്ന് വെച്ചാൽ ഇലക്ട്രോണിക് സർക്യൂട്ടുകളാണ്. 2 സ്റ്റേറ്റ് ഡിവൈസുകളായ റിലാക്സേഷൻ ഓസിലേറ്റർ, ടൈമർ, ഫ്ലിപ്പ് ഫ്ലോപ്സ് എന്നിവയെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ നമ്മൾ മൾട്ടി വൈബ്രേറ്റർ സർക്യൂട്ടുകൾ ഉപയോഗിക്കുന്നു. 2 സ്റ്റേറ്റ് ഡിവൈസ് ആണെന്ന് പറഞ്ഞു. ഈ 2 സ്റ്റേറ്റ് എന്ന് വെച്ചാൽ 2 ഡിഫറെൻറ്റ് വോൾട്ടേജ് ലെവൽസ് ആണ്. 0 വോൾട്ട്, 5 വോൾട്ട്. ഇപ്പോൾ 0 വോൾട്ട് എന്ന് വെച്ചാൽ ലോജിക് ലോ ആണ്, ലോ സ്റ്റേറ്റ് ആണ്. 5 വോൾട്ട് എന്ന് വെച്ചാൽ ലോജിക് ഹൈ ആണ്, ഹൈ സ്റ്റേറ്റ് ആണ്. മൾട്ടി വൈബ്രേറ്റേഴ്സിനെ 3 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട്. എസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റർ ആൻഡ് ബൈസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. ഓരോന്ന് നോക്കാം. അസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റർ. ദി അസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റർ ഡസ് നോട്ട് റിമെയിൻ സ്റ്റേബിൾ ഇൻ എനി ഓഫ് ദി 2 സ്റ്റേറ്റ്സ്. നമ്മൾ മൾട്ടി വൈബ്രേറ്റേഴ്സിൻ്റെ കേസിൽ 2 സ്റ്റേറ്റുകൾ ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് ലോ സ്റ്റേറ്റ്, ഹൈ സ്റ്റേറ്റ്. ഈ അസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്, അസ്റ്റാബിൾ എന്ന് വെച്ചാൽ സ്റ്റെബിലിറ്റി ഇല്ലാത്ത മൾട്ടി വൈബ്രേറ്റേഴ്സ്, ഏതെങ്കിലും ഒരു സ്റ്റേറ്റിൽ സ്റ്റേബിളായി നിൽക്കില്ല. അവയുടെ ഔട്ട്പുട്ട് ഈ 2 സ്റ്റേറ്റുകൾക്കിടയിൽ മാറിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ കർവാണ്, ഗ്രാഫാണ് കാണിച്ചുള്ളത്. ടൈമിനനുസരിച്ച് അവയുടെ ഔട്ട്പുട്ട് വേരി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഹൈ സ്റ്റേറ്റ് ആണെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞാൽ ലോ സ്റ്റേറ്റിലേക്ക് മാറും, വീണ്ടും ഹൈ സ്റ്റേറ്റിലേക്ക് മാറും. അങ്ങനെയാണ് ഇവയുടെ ഔട്ട്പുട്ട് കിട്ടുന്നത്. ദി റിലാക്സേഷൻ ഓസിലേറ്റർ ആർ ദി എക്സാമ്പിൾ ഓഫ് ദി അസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റർ. അസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സിൻ്റെ ഒരു എക്സാമ്പിളാണ് റിലാക്സേഷൻ ഓസിലേറ്റർ. റിലാക്സേഷൻ ഓസിലേറ്റർ നമ്മൾ പറഞ്ഞതാണ്. സൈൻസോയിഡൽ ഔട്ട്പുട്ട് അല്ലാത്ത ഔട്ട്പുട്ട് ലഭിക്കുന്ന ഓസിലേറ്റേഴ്സിനെ പറയുന്ന പേരാണ് റിലാക്സേഷൻ ഓസിലേറ്റേഴ്സ്. അസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സിന് ഒരു എക്സാമ്പിളാണ് റിലാക്സേഷൻ ഓസിലേറ്റർ. അസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സിനെ ഫ്രീ റണ്ണിങ് റിലാക്സേഷൻ ഓസിലേറ്റർ എന്നീ കൂടെ വിളിക്കും. ഒരു അസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. 2 ട്രാൻസിസ്റ്റേഴ്സ് Q1 ആൻഡ് Q2 ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. Q1ൻ്റെ ഔട്ട്പുട്ടാണ് Q2വിൻ്റെ ഇൻപുട്ട്, Q2വിൻ്റെ ഔട്ട്പുട്ടാണ് Q1ൻ്റെ ഇൻപുട്ട്. അപ്പോൾ ഇനീഷ്യലി Q1 അല്ലെങ്കിൽ Q2 ഏതെങ്കിലും ഒന്ന് ഓൺ ആയിരിക്കും, രണ്ടാമത്തേത് ഓഫ് ആയിരിക്കും. എക്സാമ്പിൾ Q1 ഓൺ സ്റ്റേറ്റിലാണ്, Q2 ഓഫ് സ്റ്റേറ്റിലാണ്. അപ്പോൾ Q1 ഓൺ സ്റ്റേറ്റിലാവുമ്പോൾ ഇവിടെ ഒരു ഷോർട്ട് സർക്യൂട്ട് എഫക്റ്റാണ് വരിക. അപ്പോൾ VC1 0 ആയിരിക്കും. അപ്പോൾ എയിൽ കളക്ടറിൽ ഉണ്ടാകുന്ന വോൾട്ടേജ് 0 ആയിരിക്കും. അതുപോലെ Q2 ഓഫ് സ്റ്റേറ്റിലാണ്. അപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ സർക്യൂട്ട് എഫക്റ്റാണ് വരിക. VC2 VCC ആയിരിക്കും. ബിയിലുണ്ടാകുന്ന വോൾട്ടേജ് VCC ആയിരിക്കും. അപ്പോൾ ഇവിടെ 0 പൊട്ടൻഷ്യലാണ്. അപ്പോൾ ഇവിടെ VCC എന്നുള്ള വോൾട്ടേജാണ്. അപ്പോൾ ഈ 0 പൊട്ടൻഷ്യലിലേക്ക് കറണ്ട് ഫ്ലോ ചെയ്യും. അപ്പോൾ C2 VCCയിലേക്ക് ചാർജ് ചെയ്യും. അപ്പോൾ ഇവിടെ ഈ C2വിലുണ്ടാകുന്ന വോൾട്ടേജ് 0.7 വോൾട്ട് ആകുന്ന സമയത്ത് ഈ ബേസ് എമിറ്റർ ജംഗ്ഷനിലേക്ക് Q2വിൻ്റെ ഇൻപുട്ടിലേക്ക് ഈ വോൾട്ടേജ് അപ്ലൈ ചെയ്യും. അപ്പോൾ Q2 ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് മാറും. ആ സമയത്ത് ഈ ബിയിലുണ്ടാകുന്ന പൊട്ടൻഷ്യൽ 0 ആയിരിക്കും. ഈ 0 പൊട്ടൻഷ്യൽ Q1ലേക്ക് അപ്ലൈ ചെയ്യും. ഇത് ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ അല്പസമയത്തിന് ശേഷം ഇവിടെ 0 പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് VCC വോൾട്ടേജ് മൂലം C1 VCCയിലേക്ക് ചാർജ് ചെയ്യും. ഇവിടെ 0.7 വോൾട്ടേജിന് മുകളിലാവുമ്പോൾ ഈ വോൾട്ടേജ് Q1ൻ്റെ ബേസിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ ഇത് വീണ്ടും ഓൺ സ്റ്റേറ്റിലേക്ക് മാറും. ആ സമയത്ത് Q2 ഓഫ് സ്റ്റേറ്റിലായിരിക്കും. അങ്ങനെ രണ്ടും അതിൻ്റെ സ്റ്റേജ് മാറിക്കൊണ്ടേയിരിക്കും. ഇങ്ങനെയാണ് ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ വർക്കിംഗ് വരുന്നത്.
അപ്പോൾ നമ്മൾ Q1 നിന്ന് ഗ്രാഫ് എടുക്കുകയാണെങ്കിൽ, ഔട്ട്പുട്ട് Q1 നിന്ന് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ കർവ് ഇങ്ങനെയാണ് വരിക. സ്റ്റാർട്ടിങ്ങിൽ Q1 ഓഫായിരിക്കും. ഇതിൻ്റെ ഈ ഒരു ടൈം പീരീഡ് തീരുമാനിക്കുന്നത് ഈ സർക്യൂട്ടിലെ പാസീവ് എലമെൻറ്റ്സ് ആണ്, റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. ടൈം പീരീഡ് = 0.69 × R1C1. ഓക്കെ, അപ്പോൾ ആ ടൈം പീരീഡ് കഴിഞ്ഞാൽ Q1 ഓൺ സ്റ്റേറ്റിലേക്ക് മാറും. ആ സമയത്ത് Q2 ഓഫ് സ്റ്റേറ്റിലായിരിക്കും. ഇങ്ങനെയാണ് ഒരു അസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ വർക്കിംഗ് വരുന്നത്. അപ്പോൾ ഫ്രീക്വൻസി ഗിവൺ ബൈ F = 1/1.38 × RC. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിന് ഒരു സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ടാവും. ഒരു എക്സ്റ്റേണൽ ട്രിഗർ അപ്ലൈ ചെയ്യുമ്പോഴും അത് ആ സ്റ്റേബിൾ സ്റ്റേറ്റിൽ കണ്ടിന്യൂ ചെയ്യും. ഇനി ഒരു എക്സ്റ്റേണൽ സിഗ്നൽ അപ്ലൈ ചെയ്താൽ അത് ഒരു കുറഞ്ഞ സമയത്തേക്ക് അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് മാറും. ഈ അൺസ്റ്റേബിൾ സ്റ്റേറ്റിൻ്റെ ടൈം തീരുമാനിക്കുന്നത് അതിലുപയോഗിച്ചിരിക്കുന്ന പാസീവ് കമ്പോണൻ്റ് ആണ്, റെസിസ്റ്റർ ആൻഡ് കപ്പാസിറ്റർ. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സിനെ മോണോ ഷൂട്ട് അല്ലെങ്കിൽ വൺ ഷൂട്ട് എന്നിങ്ങനെ വിളിക്കും. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ ഗ്രാഫ്. ഈ ഒരു എക്സാമ്പിളിൽ സ്റ്റേബിൾ സ്റ്റേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് ലോ സ്റ്റേറ്റ് ആണ്. അത് 1 സ്റ്റേറ്റ് ആവാം അല്ലെങ്കിൽ ഹൈ സ്റ്റേറ്റ് ആവാം. അപ്പോൾ ഒരു ട്രിഗർ അപ്ലൈ ചെയ്തപ്പോൾ അത് അൺസ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് മാറി. ടൈം പീരീഡ് കഴിഞ്ഞപ്പോൾ വീണ്ടും സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു വന്നു. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ. മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ പ്രധാനമായിട്ടും ടൈമേഴ്സിലാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഒരു മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാമാണ് കാണിച്ചിട്ടുള്ളത്. രണ്ട് ട്രാൻസിസ്റ്റേഴ്സ് Q1 ആൻഡ് Q2 ഇൻ കോമൺ എമിറ്റർ കോൺഫിഗറേഷൻ. അപ്പോൾ ഇനീഷ്യലി നമ്മൾ ഔട്ട്പുട്ട് എടുക്കുന്നത് Q2 നിന്നാണ്. Q1ലേക്കാണ് നമ്മൾ ട്രിഗർ ഇമ്പൾസ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇനീഷ്യലി Q2 ഓൺ സ്റ്റേറ്റിലും Q1 ഓഫ് സ്റ്റേറ്റിലുമായിരിക്കും. അപ്പോൾ Q2 നിന്ന് ഔട്ട്പുട്ടൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ ലോ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ട്രിഗർ ഇമ്പൾസ് അപ്ലൈ ചെയ്തു. ട്രിഗർ ഇമ്പൾസ് അപ്ലൈ ചെയ്യുന്നത് Q1ൻ്റെ ബേസിലേക്കാണ്, ബേസ് എമിറ്റർ ജംഗ്ഷനിലേക്കാണ്. അപ്പോൾ Q1 ഓഫ് സ്റ്റേറ്റിൽ നിന്ന് ഓൺ സ്റ്റേറ്റിലേക്ക് മാറും, കട്ട് ഓഫിൽ നിന്ന് സാച്ചുറേഷനിലേക്ക് മാറും. അപ്പോൾ എ എന്നുള്ള പോയിന്റിൽ ഇനീഷ്യലി VCC വോൾട്ടേജ് ആയിരുന്നു, ഇപ്പോൾ 0 വോൾട്ടായി. അപ്പോൾ ഈ 0 വോൾട്ട് Q2ലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ Q2 സാച്ചുറേഷനിൽ നിന്ന് ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ നമുക്ക് B എന്നുള്ള പോയിന്റിൽ VCC ഔട്ട്പുട്ട് കിട്ടും. ഓക്കെ, ഇനി അല്പസമയത്തിന് ശേഷം ഇവിടെ 0 പൊട്ടൻഷ്യലാണല്ലോ, ഈ VCC C1ലേക്ക് ചാർജ് ചെയ്യും. അപ്പോൾ C1ലുള്ള ചാർജ് 0.7 വോൾട്ടേജിനെക്കാട്ടിലും കൂടുതലാണെങ്കിൽ ഈ C1 ആ വോൾട്ടേജിനെ Q2ൻ്റെ ബേസിലേക്ക് അപ്ലൈ ചെയ്യും. അപ്പോൾ Q2 ഓഫ് സ്റ്റേറ്റിൽ നിന്ന് വീണ്ടും ഓൺ സ്റ്റേറ്റിലേക്ക് മാറും. അതിൻ്റെ കൂടെ Q1 ഓൺ സ്റ്റേറ്റിൽ നിന്ന് ഓഫ് സ്റ്റേറ്റിലേക്ക് മാറും. അപ്പോൾ നമുക്ക് ആ ഒരു ടൈം പീരീഡ് കഴിഞ്ഞാൽ വീണ്ടും മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്റർ അതിൻ്റെ സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് തിരിച്ചു പോകും. അതാണ് ഇതിൻ്റെ വർക്കിംഗ്. ആ ഒരു ടൈം ഡ്യൂറേഷൻ തീരുമാനിക്കുന്നത് സർക്യൂട്ടിലെ പാസീവ് കമ്പോണൻസ് ആണ്, റെസിസ്റ്റർ അതുപോലെ കപ്പാസിറ്റർ എന്നിവയുടെ റേറ്റിംഗ് ആണ് അത് തീരുമാനിക്കുന്നത്. ഇതാണ് മോണോസ്റ്റേബിൾ മൾട്ടി വൈബ്രേറ്ററിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. അതിൻ്റെ വർക്കിംഗ്. മൾട്ടി വൈബ്രേറ്റേഴ്സിന് 2 സ്റ്റേബിൾ സ്റ്റേറ്റ് ഉണ്ട്. ഇതിൻ്റെ ഔട്ട്പുട്ട് ഏതെങ്കിലും ഒരു സ്റ്റേബിൾ സ്റ്റേറ്റിലായിരിക്കും ഉണ്ടാവുക. നമ്മളൊരു ട്രിഗർ ഇമ്പൾസ് അപ്ലൈ ചെയ്താൽ ഇപ്പോഴുള്ള സ്റ്റേബിൾ സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേബിൾ സ്റ്റേറ്റിലേക്ക് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. വീണ്ടും ഒരു ട്രിഗർ ഇമ്പൾസും കൂടെ അപ്ലൈ ചെയ്താൽ അപ്പോഴുള്ള ഔട്ട്പുട്ട് സ്റ്റേറ്റിൽ നിന്ന് അടുത്ത സ്റ്റേറ്റിലേക്ക് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യും. ഇനി ട്രിഗർ ഇമ്പൾസ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ ഏത് സ്റ്റേറ്റിലാണോ ഔട്ട്പുട്ട് നിൽക്കുന്നത് ആ സ്റ്റേറ്റിൽ തന്നെ തുടരും.
ഇത്തരം സർക്യൂട്ടുകൾ നമ്മൾ ഫ്ലിപ്പ് ഫ്ലോപ്പുകൾ എന്ന് വിളിക്കും. 3 ടൈപ്പ് മൾട്ടി വൈബ്രേറ്റേഴ്സിനെ കുറിച്ച് ചർച്ച ചെയ്തു. അസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്. ഈ മൾട്ടി വൈബ്രേറ്റേഴ്സിനെ നമുക്ക് ഓപ്പാംസ്, ട്രാൻസിസ്റ്റർ പെയേഴ്സ്, 555 ടൈമർ ICs എന്നിവ ഉപയോഗിച്ച് നമുക്ക് നിർമ്മിക്കാൻ വേണ്ടി സാധിക്കും. നമ്മൾ ഈ ഒരു പ്രസൻറ്റേഷനിൽ 3 മൾട്ടി വൈബ്രേറ്റേഴ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. സ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റർ, മോണോസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റർ, ബൈസ്റ്റാബിൾ മൾട്ടി വൈബ്രേറ്റേഴ്സ്, അതിൻ്റെ ആപ്ലിക്കേഷൻസ്, അതിൻ്റെ സർക്യൂട്ട് ഡയഗ്രാംസ്, വർക്കിംഗ് ഒക്കെ ഡിസ്കസ് ചെയ്തു. ഈ ഒരു പ്രസൻറ്റേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.